ഏതു സമയത്തും സംസ്ഥാനത്ത് എവിടെയും വനിതകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനുള്ള സൗകര്യം ഉറപ്പാക്കുന്ന കേരള പോലീസിൻ്റെ നിർഭയ നിശ പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരത്ത് മാനവീയം വീഥിയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ നിർഭയ നിശ 14 ജില്ലകളിലും നടപ്പാക്കുന്നതിൻ്റെ തുടക്കം കുറിച്ചു. വനിതാ പോലീസ് ഡ്രൈവർമാർ ഡ്രൈവ് ചെയ്യുന്ന 28 ഫോഴ്സ് ഗൂർഖ ജീപ്പുകളുടെ ഫ്ളാഗ് ഓഫും പദ്ധതി ഉദ്ഘാടന വേളയിൽ അദ്ദേഹം നിർവഹിച്ചു. രാത്രി 9 മണി മുതൽ രാവിലെ 5 മണി വരെ സ്ത്രീകൾക്ക് ജോലി, പഠനം, ചികിത്സ, കുടുംബപരവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിച്ച് യാത്ര ചെയ്യുമ്പോൾ നേരിടേണ്ടി വരുന്ന സുരക്ഷാ വെല്ലുവിളികൾക്ക് പരിഹാരമായാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 24-ന് നിർഭയ നിശയുടെ പൈലറ്റ് പ്രോജക്റ്റിന് ആരംഭം കുറിച്ചുകൊണ്ട് ഈ പദ്ധതിയിലൂടെ സ്ത്രീ സുരക്ഷയ്ക്കായി മാതൃകാപരമായ ചുവടുവയ്പ്പാണ് കേരള പോലീസ് നടപ്പിലാക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ശാന്തിയും സമാധാനവും പുലരുന്ന നാടാണ് കേരളമെങ്കിലും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മേഖലയിൽ നമ്മൾ ബഹുദൂരം മുന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അടിയന്തര പോലീസ് സേവനങ്ങൾ ആവശ്യമുള്ള സ്ത്രീകൾക്ക് അവ ലഭ്യമാക്കുന്നതിന് എമർജൻസി റെസ്പോൺസ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം, പോൾ ആപ്പിലെ SOS ബട്ടൺ, 112 ഹെൽപ്പ് ലൈൻ, ജില്ലാ കൺട്രോൾ റൂമുകൾ, കൺട്രോൾ റൂം വാഹനങ്ങൾ, ഹൈവേ പട്രോളുകൾ, പിങ്ക് പെട്രോൾ വാഹനങ്ങൾ തുടങ്ങിയവയിലൂടെ ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങൾ ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. സ്ത്രീകളുടെ ആത്മവിശ്വാസവും പ്രവർത്തന സ്വാതന്ത്ര്യവും വളർത്തിയെടുക്കുവാനും പോലീസും പൊതുസമൂഹവുമായുള്ള മൈത്രീബന്ധം ഊട്ടിയുറപ്പിക്കുവാനും ഈ പദ്ധതി സഹായകരമാകുന്നു. കേരള പോലീസിൽ നിലവിൽ ലഭ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ആധുനിക സാങ്കേതികവിദ്യയും സംയോജിപ്പിച്ച് വനിതാ ശിശുവികസന വകുപ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളുടെ സഹകരണത്തോടെ സമഗ്രവും ഏകീകൃതവുമായ സ്ത്രീ സുരക്ഷാ പദ്ധതിയായ നിർഭയ നടപ്പാക്കിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണ രംഗത്ത് രാജ്യത്തെ മറ്റു സേനകൾക്ക് മാതൃക കാട്ടിയിരിക്കുകയാണ് കേരള പോലീസ്. ADGPമാരായ S. ശ്രീജിത്ത്, H. വെങ്കിടേഷ്, IG സൗത്ത് സോൺ G. സ്പർജൻ കുമാർ, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക്, മറ്റു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.